ഹലോ. അപ്പം നമ്മൾ ഇവിടെ വരെ എത്തിയത് നമ്മൾ കണ്ണൂർ വീട്ടിലെത്തി. അതിനുശേഷം പറശ്ശിനിയിലും ചേച്ചിയുടെ വീട്ടിലും ഒക്കെ പോയിട്ട് രാത്രി വീട്ടിൽ വരുന്നിടം വരെയാണല്ലേ എത്തിയത്. മൊത്തത്തിൽ 10 ദിവസം നമ്മൾ കണ്ണൂർ വീട്ടിലുണ്ടെങ്കിലും ഒരു 2 വീഡിയോ മാത്രമേ, ഇന്നലത്തതും അതേപോലെ ഇന്നത്തെ ഈ വീഡിയോയും മാത്രമേ കണ്ണൂർ വീഡിയോ ആയിട്ട് ഇടുന്നുള്ളൂ. കാരണം എല്ലാം പരന്നങ്ങനെ എടുക്കാതെ അത്യാവശ്യം വേണ്ടിയ കാര്യങ്ങൾ മാത്രം, അതായത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം നമ്മുടെ കൂടെ കഴിഞ്ഞ ദിവസം കുഞ്ഞൂട്ടൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവനെയും കൊണ്ട് ഞങ്ങളൊന്ന് പുറത്തു പോയി. അവന് കഴിക്കാനുള്ള സാധനങ്ങളും പിന്നെ ഡ്രസ്സും എല്ലാം മേടിച്ചു കൊടുക്കാനായിട്ടും അങ്ങനെ. സ്കൂൾ അടച്ചിരിക്കുകയല്ലേ. ഇത്രയും നാൾ നന്ദുവായിരുന്നു, അതായത് മൂത്ത ആളായിരുന്നു എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷം ആള് വലിയ കുട്ടിയായി, +2ൻ്റെ റിസൾട്ടൊക്കെ വന്നില്ലേ, +2 കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ഉപരിപഠനത്തിനുള്ള പരിപാടികളൊക്കെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് എക്സാമും നീറ്റും അതേപോലെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് ബിസിയാണ്. അപ്പോൾ കുഞ്ഞുട്ടനാണ് ഇപ്പം നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നത്. അവന് ആദ്യമായിട്ട് വന്ന് നിൽക്കുകയാണല്ലോ, അപ്പോൾ അവനൊരു വിഷമം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് നമ്മളെപ്പോഴും ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കും കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും ശംഭു വഴക്കുണ്ടാക്കിയാലും നമ്മൾ അവനെയാണ് സപ്പോർട്ട് ചെയ്യുക. അപ്പം അതിനുശേഷം എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അതിനുശേഷം ഇവർ അമ്പലത്തിലൊക്കെ പോയി, നമ്മുടെ പയ്യാവൂർ അമ്പലത്തിൽ പോയി. വീട്ടിൽ അമ്മമ്മേനെ കൊണ്ട് പോവാം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വണ്ടി ഉള്ളത് കൊണ്ട് അമ്മമ്മ സുഖമായതിനു ശേഷം അമ്മമ്മനെ കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും പോയി, ഞാൻ മാത്രം വീട്ടിലായി പോയിട്ടോ. പോകാൻ പറ്റാത്തതുകൊണ്ടാണേ. അവിടെ പോയിട്ട് എല്ലാവരുടെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പ്രജി അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ആകെ ശംഭുവിന് നമ്മൾ പണ്ട് പോയിട്ടുണ്ടല്ലോ, അതുപോലെ കുളത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പ്രജി ശംഭുവും കൂടെ കുളത്തിൽ പോയി. അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തതല്ലാതെ വേറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് മഴയുള്ള ദിവസങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് എവിടെയും പുറത്തധികം കൊണ്ടുപോകാനും പോകാനും ഒന്നും പറ്റിയില്ല. പിന്നെ എന്തായാലും അമ്മമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് നമ്മൾ കുട്ടികളുടെ കൂടെ മാത്രം, നമ്മുടെ ജോലിയിലൊന്നും ഞാനും വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല. പ്രജിക്കും ലീവാണ്. അമ്മ, അച്ഛൻ, അമ്മമ്മ, കുട്ടികള്, ഇത് മാത്രമായിരുന്നു കേട്ടോ നമ്മളുടെ ലോകം. നിറയെ ചക്കയും കപ്പയും മാങ്ങയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു വെക്കേഷൻ അങ്ങോട്ട് അടിച്ചു പൊളിച്ചു. നല്ല മഴ, വീട്ടിൽ സുഖമായിട്ടിരിക്കാം, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മുടെ കൂടെ കുട്ടികളുടെ കൂടെ ഗെയിം കളിക്കുക, രാത്രി പുലവരോളം അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് വരെ നമ്മൾ ഓരോ കളികൾ കളിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ എടുത്തുന്നേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ പണ്ട് കളിക്കുന്ന പോലെ നിരയും അതല്ലെങ്കിൽ നമ്മൾ ഇരുന്നിട്ട് കുട്ടികളെല്ലാം വരുമ്പോൾ കളിക്കില്ലേ ലൂഡോയും, അതൊക്കെ കളിച്ച് ഒച്ചപ്പാടും ബഹളമായിട്ട് രാത്രിയിൽ അടുത്തുള്ള വീട്ടുകാർക്ക് പോലും ഉറങ്ങാൻ പറ്റാത്ത അത്രയും ഒച്ചപ്പാടിലും ബഹളത്തിലാണ് കേട്ടോ നമ്മൾ കളിക്കുക. എല്ലാവരും കൂടും, കുട്ടികൾ ജയിക്കുന്ന ഒരു ടീമാവും. അങ്ങനെ വലിയ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി ഞങ്ങൾ 4-5 പേരിരുന്ന് കളിക്കും കേട്ടോ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അമ്മമ്മ ഉഷാറായി വന്നു, നല്ല ആരോഗ്യം ഉണ്ടായി. ഇനി അമ്മമ്മ തിരിച്ചമ്മമ്മയുടെ വീട്ടിലേക്കൊക്കെ പോകാനായി. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ നന്ദൂട്ടന് ആലപ്പുഴയിൽ വെച്ചിട്ടാണ് ഒരു എക്സാം ഉണ്ടായിരുന്നത്. അപ്പം ഏട്ടനും നന്ദൂട്ടനും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ പോകാമെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ലീവിന് വന്നതല്ലേ, ഇനി തിരിച്ച് അങ്ങോട്ടേക്ക് പോകണ്ട, ലീവ് ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ചേച്ചി അത് ഒഴിവാക്കി. അപ്പം നമ്മൾ ഇവിടെ നിന്നു, നന്ദും ഏട്ടനും കൂടെ പോയി. അപ്പോൾ ആ സമയത്തേക്ക് ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചിക്കും നമ്മുടെ കൂടെ കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തായാലും പോകുമ്പോൾ കുഞ്ഞോട്ടനെ തിരിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ്. കാരണം നമുക്കും പോകാൻ ദിവസം അടുത്ത് വരികയാണ്. തിരിച്ച് നമ്മുടെ കണ്ണൂരിലെ സമയം കഴിഞ്ഞ് ഇനി ആലപ്പുഴ വീട്ടിലേക്ക് പോകാനുള്ള സമയമായി വരിക. നമ്മൾ അവിടെ നിന്നിട്ടില്ലല്ലോ. അപ്പോൾ ഒരു 3-4 ദിവസം, പോകുന്നതിന് 3-4 ദിവസം മുമ്പായിരുന്നു ഇത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പാടത്ത് നിറയെ വെള്ളം, ഒരു മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന സമയത്ത് പാടത്തിറങ്ങി കുറേ നേരം കളിച്ചു. അപ്പോൾ ഇങ്ങനെ ചേമ്പിലെ ഇങ്ങനെ മുറിച്ചിടുമ്പോൾ അത് പൊങ്ങിയിട്ട് തോണി പോലെ പോവല്ലോ. അപ്പോൾ മഴ ഇങ്ങനെ നിന്നതായതുകൊണ്ട് നമ്മുടെ തോട് കവിഞ്ഞൊഴുകിയിട്ട് കണ്ടത്തിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഒരു സൈഡിൽ മൊത്തം കണ്ടത്തിലെ ചെളിവെള്ളവും, ഇനി ഒരു സൈഡിൽ പാടത്തുനിന്ന് ഫ്രഷ് വെള്ളം ഇങ്ങനെ വരുന്നത്. അപ്പം അങ്ങനെ ഇതൊക്കെ ശംഭൂട്ടനൊരു ഒരു ഫ്രഷ്നെസ് തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇങ്ങനെയൊന്നും അവ ജീവിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ എപ്പോഴെങ്കിലും വെക്കേഷന് വന്നാൽ അങ്ങനെയെന്ന് മാത്രം തോട്ടിലിറങ്ങി കുളിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല കലക്കവെള്ളമാണ്. മഴ തുടങ്ങിയതല്ലേ ഉള്ളൂ, മെയ് മാസമല്ലേ. അപ്പോൾ ഒരു ജൂൺ പകുതിയൊക്കെ ആകുമ്പോഴത്തേന് തോട്ടിൽ നല്ല തെളിഞ്ഞ വെള്ളം വരും. പിന്നെ കുളി നനയെല്ലാം അവിടെ നിന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇല അവിടെ കറക്റ്റ് വീഴാത്തതുകൊണ്ട് ഇവൻ പൊതി കെട്ടിയിട്ട് അങ്ങനെ എറിയാണ്. അപ്പോൾ അത് കറക്റ്റ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നൂർന്ന് വീഴും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് മടക്കുന്ന പൂവെല്ലാം താഴെ പോകുന്നുണ്ട്. അങ്ങനെ അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവരിങ്ങനെ കളിച്ചു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ചേച്ചി അതേ ഓരോ കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാക്കാച്ചൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തോട്ടിൽ കുഞ്ഞു കുഞ്ഞ് മീനുകളുണ്ടല്ലോ, അതെല്ലാം കണ്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് അതിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ കൊറ്റികൾ വരുന്നു. അങ്ങനെ നല്ല അടിപൊളി, എന്നാൽ കാറ്റും മഴയും ഒന്നും ഇല്ല, ശാന്തമായ നല്ല കുളിർമയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഒരു 4-5 വർഷം മുമ്പ് വരെയില്ലേ ഈ കണ്ടത്തിൽ ഇങ്ങനെ വെള്ളം വന്നാലും കുട്ടികൾ കളിക്കാൻ വരും. കുട്ടികളല്ല, പ്രജിയുടെ പ്രായമുള്ള ആൾക്കാർ, അതായത് വലിയ ആൾക്കാർ ഫുട്ബോൾ കളിക്കാനൊക്കെ വരും കേട്ടോ. പ്രജിയുടെ പ്രായം അതിനൊക്കെ മൂത്ത ആൾക്കാരും ഒക്കെ, ചെറിയ പൊടികളല്ല, അങ്ങനെ കളിക്കാൻ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചെളി ഇങ്ങനെ കലങ്ങി ഫുള്ള് പെരങ്ങിയിട്ടായിരിക്കും വരിക.
അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ വരുമ്പോൾ എനിക്കതൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം ഞാനിങ്ങനെ കണ്ടിട്ടില്ല വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെളിയിൽ കിടന്ന് ഉരുണ്ട് കളിച്ചിട്ട് വരുന്നത്. അപ്പം അതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. പക്ഷെ ഇപ്പോൾ 4-5 കൊല്ലമായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. കാരണം പറമ്പ് ക്ലീൻ ആക്കാനും എല്ലാവരും തിരക്കായി പോയില്ലേ, എല്ലാവർക്കും ജോലിയൊക്കെ ആയി, എല്ലാവരും പല വഴിക്ക് പോയി, അങ്ങനെ എല്ലാവരും തിരക്കായി പോയി. അതുകൊണ്ട് മാത്രവുമല്ല കുറച്ചും കൂടി വെള്ളമൊന്നും ഇല്ലാതെ നല്ലൊരു ഗ്രൗണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കളികൾ അങ്ങോട്ടേക്കാണ്. അപ്പം നമ്മുടെ തോടൊക്കെ ഇനിയും വഴക്കിയെടുക്കണം, ക്ലീനാക്കി എടുക്കണം. വെള്ളം നന്നായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ദിവസം അച്ഛൻ മെനക്കെട്ടിരുന്ന് നല്ല തോടൊക്കെ ക്ലീനാക്കി 2 സൈഡും കെട്ടിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ നല്ല ഒഴുക്കുള്ള വെള്ളം കിട്ടും കേട്ടോ. പടവുകളൊക്കെ ഉണ്ട് താഴേക്ക് ഇറങ്ങാനായിട്ട്. അപ്പൊ ഇപ്പൊ മൊത്തം പോച്ചയും പുല്ലും ഒക്കെ പിടിച്ചിരിക്കുകയാണ്. ഇവന്മാർ ഇവിടുന്ന് ഇങ്ങനെ തോട്ടുന്ന വെള്ളം ഇങ്ങനെ ഇതിനകത്തേക്ക് പൂവിലയൊക്കെ ഇടുന്നു. പക്ഷെ ഇത് ആ പാലത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് വരുന്നത് ഇതുങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സൈഡിൽ കൂടെ അങ്ങ് പോകുന്നുണ്ട്. ഈ പുല്ലിനിടയിലായതുകൊണ്ട് അത് സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ കണ്ടോ, കൊറ്റികളൊക്കെ നിറയെ പറന്നു പോകുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് കാണുന്നത് പ്രജിയൊക്കെ സ്കൂളാണ് കേട്ടോ. ഇപ്പുറത്ത് കാണുന്നത് നമ്മളുടെ വീടും. അപ്പം ഇങ്ങനെ ചെളിവെള്ളമാണ് വരുന്നത്. ഇപ്പൊ നമ്മൾക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ആദ്യത്തെ പുതുമഴയ്ക്കൊക്കെ കുറേ നാൾ ഇങ്ങനെ ചെളിവെള്ളം വന്നുകൊണ്ടിരിക്കുമല്ലോ. ഇനി ഇതെല്ലാം കലക്കി തെളിഞ്ഞ് ഫുള്ള് അച്ഛൻ വൃത്തിയാക്കി ഇവിടെ നമ്മൾ മാത്രമേ വരുള്ളൂ കേട്ടോ. വേറെ ആരും ഈ തോട്ടിലേക്ക് മീൻസ് വരില്ല. നമ്മുടെ വീടിന്റെ അടുത്തുള്ള തോടാണ്. അപ്പൊ ഇവിടെ നമ്മളാണ് പൊതുവെ തുണി അലക്കലും കുളിക്കലും ഒക്കെ. ഇപ്പൊ ഇങ്ങനെ കണ്ടാൽ വൃത്തികേടായിട്ട് തോന്നും. പക്ഷെ ഇത് കലങ്ങി തെളിഞ്ഞു വരുമ്പോൾ നല്ല വെള്ളമാണ്. കഴിഞ്ഞ മുമ്പത്തെ വെക്കേഷന് ഞാനത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ ഒക്കെ നമ്മളെല്ലാവരോടും കൂടിയിട്ട് പാത്രം കഴുകാനൊക്കെ ഇവിടെ വരുന്നതൊക്കെ അത്രയും നല്ല വെള്ളമായിരിക്കും. ഇനി ഒരു ജൂൺ പകുതി ആകുമ്പോഴത്തേക്ക് അച്ഛൻ ഒരു ദിവസം മെനക്കെട്ടിരുന്ന് ഇതെല്ലാം വൃത്തിയാക്കും. അങ്ങനെ ചേച്ചിയൊക്കെ ഒരു ദിവസം പോയി. അതിനുശേഷം അമ്മയുടെ എല്ലാം ഒരു മെഡിക്കൽ ചെക്കപ്പിനൊക്കെ നമ്മൾ പോയിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ശമ്പൂട്ടനെ ഒന്ന് കാണിക്കുകയുണ്ടായി. കാരണം ആൻഡമാനിൽ വെച്ചുകൊണ്ട് തന്നെ ശമ്പൂട്ടൻ്റെ കണ്ണിനകത്ത് ചെറിയൊരു കുരുവുണ്ട്. ആ കുരു വളരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ വേറെ ആർക്കും അത് തോന്നുന്നില്ല. ഞാൻ ഒബ്സർവ് ചെയ്യുന്ന പോലെ ചിലപ്പം എല്ലാവരും അവനെ ഒബ്സർവ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പം ഞാനത് ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാം. ഞാൻ കൊച്ചിയിൽ കാണിച്ചപ്പോൾ അവർ നമ്മളെയാണ് വഴക്ക് പറഞ്ഞത്. ഡോക്ടർ, നിങ്ങൾക്ക് എന്താണ്, കുട്ടികൾക്ക് ഇങ്ങനെ കുരുവൊക്കെ വരും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒഴിവാക്കി വിട്ടു. എന്നാലും എൻ്റെ ഒരു ടെൻഷൻ്റെ പേരിൽ ഞാൻ പയ്യാവൂർ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു, ഒരു ക്ലിനിക്കിൽ കാണിച്ചു. അപ്പോൾ ഡോക്ടർ ഉറപ്പായിട്ടും പറഞ്ഞു, നിങ്ങളിപ്പോൾ വെക്കേഷനാണ്, ഇപ്പം തന്നെ നമ്മളത് റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു സാധനം വലുതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്യൂപ്പിൾ, നമ്മുടെ കൃഷ്ണമണിയിലൊക്കെ ഉരസിയിട്ട് സ്ക്രാച്ചസ് വന്നിട്ട് അവന് കാഴ്ചയ്ക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടപ്പോൾ. കാരണം ഞാനിത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഇതിങ്ങനെ വളർന്നു വരുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാവരും പറയില്ല പണ്ടത്തെ പോലെ തന്നെയാണെന്നേ. അപ്പം കണ്ണിന്റെ ആ ഷേപ്പിൽ അതിങ്ങനെ പരന്ന് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനത് നിർബന്ധമായിട്ടും കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് കേട്ടോ. അതായത് കണ്ടോ, ഈ ഒരു കുഞ്ഞ് ദശ പോലെ നിൽക്കുന്നത് കണ്ടോ, അതെല്ലാവരും വിചാരിക്കും കണ്ണിൽ പാട കെട്ടിയതാണ്, പെട്ടെന്ന് കാണുമ്പോൾ പീള കെട്ടിയതാണെന്നൊക്കെ വിചാരിക്കും. അതേപോലെ ശമ്പൂട്ടിന്റെ മൂക്കിന്റെ താഴെ ഒരു മുറിവുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അതിങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ വിചാരിക്കും നമ്മൾ മൂക്കിന്ന് വെള്ളം ഒലിച്ച് വരുന്നതാണ്, അങ്ങനെയൊക്കെ വിചാരിക്കും. എല്ലാം ഇങ്ങനെ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കുന്ന പോലത്തെ മുറിവുകളാണ് അവനുള്ളത്. ആ 2 ഉള്ളൂ. അപ്പം ഹോസ്പിറ്റലിലൊക്കെ വന്നു. ആള് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഞാൻ ആൻഡമാനിലൊക്കെ ഇത് കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അവൻ ആഗ്രഹമായിരുന്നു ഈ ഒരു കണ്ണാടി വെച്ചിട്ട് നമ്പരൊക്കെ വായിക്കണം എന്ന്. പക്ഷെ ഇതും കൊണ്ട് ചെല്ലുമ്പോഴേ ഡോക്ടർ എന്ത് ചെയ്യും, ഒരു ഐ ഡ്രോപ്സ് ഒരു ഓയിൽമെന്റ് തന്നിട്ട് വിടും. കുഴപ്പമില്ല, ഇതങ്ങനെയാണ്, മാറിക്കോളും, ചൂടിന്റെ ആണ് അല്ലെങ്കിൽ ചെറിയ ഇൻഫെക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിടുമായിരുന്നു. പക്ഷെ ഈ കണ്ണാടിയൊക്കെ കിട്ടിയപ്പോൾ ആൾക്ക് എന്തോ ഒരു പവർ പോലായി. അതിനുശേഷം ഐ ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോഴത്തേക്ക് അതിനകത്തെ കാര്യങ്ങളൊക്കെ വന്ന് എന്നോട് ഇങ്ങനെ വിശദമായി പറയുകയാണ്. നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ചെറിയ ഐ ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ. നമുക്ക് അവനെ കാണാം, പക്ഷെ അവൻ എന്താണ് കാണുന്നത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. സ്കൂളിലെ അക്ഷരങ്ങൾ പെറുക്കി പെറുക്കി വായിക്കുന്ന പോലെ ആള് കൈയെടുത്തൊക്കെ വെച്ചിങ്ങനെ വായിക്കുന്ന കാണുമ്പോൾ അവരെല്ലാവർക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പം അവനും ഭയങ്കര ഉള്ളിൽ നിന്ന് സന്തോഷമാണ് ഇപ്പം. കാരണം എനിക്കിങ്ങനെ കണ്ണാടി വെക്കാൻ പറ്റിയില്ലോ, എനിക്കിങ്ങനത്തെ ചെയ്യാൻ പറ്റിയില്ലോ എന്നൊക്കെ. അപ്പം ഞങ്ങളുടെ മെഡിക്കൽ ചെക്കപ്പിന്റെ സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്ന കാണുമ്പോഴും അവൻ പറയും, അമ്മ എനിക്കും കണ്ണാടി വെക്കണം, എനിക്കും ഇങ്ങനെ ചെയ്യണം, എനിക്കും വായിക്കണം എന്നൊക്കെ. പക്ഷെ നമുക്ക് അങ്ങനെ എടുത്തിരുത്തി നമ്മുടെ സ്വന്തം ഇഷ്ടം ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവൻ്റെ വിഷനൊന്നും ഒരു പ്രശ്നവും ഇല്ല, കറക്റ്റായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വന്നു, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ഇന്ന് തന്നെ ഒരു ചെറിയ നമുക്കതിന് എടുത്ത് മുറിച്ച് കളയാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പക്ഷെ ചെയ്തേ പറ്റുള്ളൂ. അവന് വേദന എടുക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഒരു ചെറിയ വേദന സഹിച്ചാലും അവൻ്റെ ഭാവിയിലേക്ക് അതാണല്ലോ നല്ലത്, അല്ലേ? അപ്പോൾ പൊതുവെ
ശമ്പൂട്ടിനെ സംബന്ധിച്ച് അവൻ നാട്ടിൽ നിൽക്കാത്തത് കൊണ്ടും അധികം അങ്ങനെ വീഴ്ചകൾ, പൊട്ടലുകൾ, മുറിവുകൾ ഒന്നും അവൻ്റെ ദേഹത്തില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവന് പെയിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ബാക്കി നമ്മൾ നാട്ടിൽ പറമ്പിലൊക്കെ കളിച്ചിട്ട് വീണിട്ട് പൊട്ടിയിട്ടൊക്കെ വരുമ്പോൾ കുറേ കുട്ടികൾ ഒതുക്കുമല്ലോ. അങ്ങനെ നമ്മൾ എന്തായാലും ചെയ്യാൻ തീരുമാനിച്ച് പേയ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു എന്തായാലും നിങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരൂ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഒരു ദിവസം വെളുപ്പിനെയാണ് കേട്ടോ പോയത്. അപ്പം ഇന്നലെ നമ്മൾ ഐ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഒരു OPD പോയ സമയത്ത് നമ്മളൊരു മുട്ട പപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ മേടിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭാഗ്യത്തിന് അവിടെ നിന്ന് കിട്ടി. എന്നിട്ട് അവിടെ നിന്ന് സമോസയും പപ്സും എല്ലാം മേടിച്ച് നമ്മൾ കഴിച്ച് ഫ്രൂട്ടിയൊക്കെ മേടിച്ച് കഴിച്ച് വന്നിട്ട് ഇവനെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. എനിക്കെന്തോ തല ഇറങ്ങുകയെ, എനിക്കെന്തോ ടെൻഷനായിരുന്നു കേട്ടോ. ഞാനൊരു നേഴ്സാണ്. ആ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ നോക്കുമ്പോൾ ഇത് അത്യാവശ്യമായ കാര്യമാണ്. പക്ഷെ ഞാനൊരു അമ്മയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു, കാരണം എനിക്കും ശീലമില്ല. അവൻ എന്തെങ്കിലും മുറിവ് പറ്റി അവൻ വിഷമിക്കുന്നത് കൊണ്ട് എനിക്കും ശീലമില്ല, എന്നാൽ മുറിവുകൾ പറ്റി അവനും ശീലമില്ല. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വല്ലാത്തൊരവസ്ഥയായിരുന്നേ. പക്ഷേ ഇത് അവൻ ചിരിച്ച് നിൽക്കുന്നുണ്ട്, അവൻ ഓക്കെ ആണ്, കരയുന്നുണ്ട്, പക്ഷെ അവൻ പുറത്ത് കാണിക്കുന്നില്ല. അവൻ്റെ വേദന അവനുള്ളിൽ തന്നെ ഒതുക്കുന്ന പോലെ എനിക്ക് തോന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വേഗം പോകുന്ന വഴിക്ക് 2 കിൻഡർ ജോയ് ഒക്കെ മേടിച്ചിട്ടു. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് കിൻഡർ ജോയ്, എനിക്കിഷ്ടമല്ലാത്ത സാധനമാണ്. അതുകൊണ്ട് ഒന്ന് ഞങ്ങൾ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടോ. വീട്ടിൽ വന്ന് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ഉച്ച 1 മണിയൊക്കെ ആകുമ്പോൾ ഊരിക്കോളാൻ പറഞ്ഞു. ഊരിയപ്പോൾ എനിക്ക് പിന്നെ ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. അതിന് കണ്ണ് ഉറക്കാൻ പറ്റുന്നില്ല, കണ്ണിന്ന് വെള്ളം വരുന്നു. എങ്ങനെയൊക്കെയോ നമ്മൾ ഐ ഡ്രോപ്സ് ഒക്കെ ഒഴിച്ച് കിടത്തി ഉറക്കി കേട്ടോ. ഞാനങ്ങ് പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. കാരണം ദൈവമേ കുഞ്ഞിന് വേദന ഒന്നും ഉണ്ടാവില്ലേ, നമുക്ക് നാളെ തിരിച്ച് പോകേണ്ട ദിവസമാണ്, ഇനി അഥവാ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട വന്നാലും കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവരുതേ മുത്തപ്പ, ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഉറക്കത്തിൽ നിന്നിട്ട് പൊറ്റ വാക്കിലാവൻ പറഞ്ഞു, അമ്മ എൻ്റെ എല്ലാം ഓക്കെ ആയി, എനിക്ക് ഒരു വേദനയില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് അവൻ എണീറ്റപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു പെട്ടെന്നൊരു ഇത് വന്ന പോലെ ആയി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വേഗം പോയിട്ട് എല്ലാവരെയും കാണാൻ വേണ്ടി പോയി. കാരണം നാളെ നമ്മൾ തിരിച്ച് പോവുകയാണ്. ഈ ലൈറ്റ് കത്തി കിടക്കുന്നത് പ്രജിയുടെ തറവാടാണ് കേട്ടോ. അവരുടെ കുടുംബമാണ്. അവിടെ ഇപ്പം ആരും ഇല്ല. വല്യമ്മ അച്ഛൻ്റെ പെങ്ങളുള്ള ഒരാളുള്ളത് ഇപ്പം കുഞ്ഞമ്മയുടെ അടുത്തേക്കാണ് പോയി നിൽക്കുന്നത്, രാത്രി മാത്രം. അപ്പം ആദ്യം നമ്മൾ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോയി. അവിടെ വല്യമ്മയും മോളും ആണ് ഇപ്പോൾ ഉള്ളത്. അച്ഛൻ്റെ ഏട്ടൻ അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ അവരെ പോയി കണ്ടിട്ട് നമ്മൾ പറയുകയാണ് പോവാണ്, ഇനി എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വല്യമ്മയോടും മയൂനോടും, മയൂ ഖമോളാണ്, അവൾ +2 കേട്ടോ. അപ്പം സംസാരിച്ച് വയ്യൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴും എനിക്കിങ്ങനെ ഭയങ്കര വിഷമായിരുന്നു. ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ട്, ഇങ്ങനെ കുഞ്ഞ് ഓക്കെ ആയല്ലോ. മീൻസ് അവൻ്റെ കരച്ചിൽ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കണ്ണിനകത്തുനിന്നല്ലേ കട്ട് ചെയ്ത്, അപ്പോൾ ഒരു കിരികിരി പോലെ ഉണ്ടാവുമല്ലോ, ആൾക്കൊരു വേദനയും അല്ലെങ്കിൽ എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പം ആ ഒരു മൂടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറക്കിയത്. അല്ലെങ്കിൽ നമ്മൾ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ശമ്പൂട്ടിന് ഇവിടെ വരുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ നിറയെ കോഴിയും പൂച്ചയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. പ്രശ്നം ഇതാണ്, നമ്മൾ വരാതെ അവൻ ഒറ്റയ്ക്ക് വരില്ല എന്നുള്ളതാണ്. മയൂന് ഓൾറെഡി ക്ലാസ് തുടങ്ങിയായിരുന്നു. അങ്ങനെ വല്യമ്മോട് പോയി സംസാരിച്ചെല്ലാം കഴിഞ്ഞു. അതിനുശേഷം കുഞ്ഞമ്മയുടെ അടുത്തേക്ക്, അതായത് അച്ഛൻ്റെ ഇളയ പെങ്ങളുടെ അടുത്തേക്കും വരികയാണ്. അവിടെയാണ് ഇപ്പം മൂത്ത പെങ്ങളുള്ളത്. കുടുംബത്തുനിന്ന് രാത്രി മാത്രം കിടക്കാൻ ഇങ്ങോട്ട് വരും, ഒറ്റയ്ക്കായതുകൊണ്ട്. അങ്ങനെ അവിടെ രണ്ടുപേരെയും പോയി കണ്ടു. മഴ ആയതുകൊണ്ട് എല്ലാം ചെളി തെറിക്കാതിരിക്കാൻ താർപ്പയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ താഴെ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിട്ട് അവരെല്ലാവരെയും കണ്ടു, സംസാരിച്ച് ഒരു രാത്രി 8:30 മണി 9 മണിയൊക്കെ ആയില്ലേ. അപ്പോൾ എല്ലാവരും കിടക്കാനൊക്കെ ആയി. അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം നമ്മൾ പോരുകയാണ്. ഇവിടുത്തെ സ്റ്റെപ്പിൻ്റെ പ്രത്യേകത എന്നറിയോ, സാധാരണ സ്റ്റെപ്പുകൾ കയറുമ്പോൾ ബുദ്ധിമുട്ടും ഇറങ്ങാൻ എളുപ്പവും അല്ലേ. എന്നാൽ ഇവിടുത്തെ സ്റ്റെപ്പ് നേരെ തിരിച്ചാണ്, കയറാൻ എളുപ്പവും ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുത്തനെയുള്ള സ്റ്റെപ്പാണ്, നമുക്ക് കാല് എടുത്തു വെക്കാനൊന്നും പറ്റില്ല. ഒരു കാല് സ്ലിപ്പായാൽ പിന്നെ നമുക്ക് എവിടെയും നിൽക്കാൻ പറ്റില്ല, നേരെ താഴെ നിൽക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അത്രയും സൂക്ഷിച്ചാണ് ഞാൻ നടക്കുന്നത്, അല്ലെങ്കിൽ തന്നെ നടുവില്ല. അപ്പോൾ ശരി, അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇനി നമുക്ക് പ്രകാശൻ്റെ അടുത്താണ് കയറാനുള്ളത്, നമ്മുടെ ഓപ്പോസിറ്റുള്ള ആ വീട്ടിലാണ് കയറാനുള്ളത്. പക്ഷേ അവിടെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ആരും ഇല്ല, പ്രകാശേട്ടൻ ഒന്നും കാണുന്നില്ല, ലൈറ്റ് മാത്രമുണ്ട്. പിന്നെ നമ്മൾ തോന്നി, കാരണം രാത്രിയായി, എല്ലാവരും ഒരുവിധം കിടക്കേണ്ട സമയമായി. ഹാളിൽ മാത്രമേ, മീൻസ് സിറ്റ് ഔട്ടിൽ മാത്രമേ ലൈറ്റ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും കിടന്നിട്ടുണ്ടാവും എന്നൊക്കെ കരുതിട്ടോ. അപ്പോൾ വല്യമ്മ പറഞ്ഞു പോകുന്നതിന് മുമ്പേ ഇങ്ങോട്ട് തിരിച്ച് വരണം, വന്നിട്ട് മുട്ട തരാം. കാരണം ഇതുവരെ ഇവൻ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, കുഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് അവൻ അവിടെ നിന്ന് കളിക്കുകയായിരുന്നു. കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ കോഴിക്കൂട്ടി തന്നെയായിരുന്നു ആള്. അപ്പം അവന് 2 മുട്ടയെല്ലാം കൊടുത്തു. എന്നിട്ട് അതെല്ലാം കൊണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മൾ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാളെ പോവല്ലേ, ഇനിയിപ്പോൾ ഇത് കഴിക്കാനൊന്നും സമയമില്ല. എന്നാലും വല്യമ്മയുടെ ഒരു സന്തോഷത്തിന് കൊടുത്തു, നമ്മളത് വാങ്ങി വന്നു.
ഇതാണ് പ്രകാശേട്ടൻ്റെയും ജയച്ചിയുടെയും വീട്. അങ്ങനെ അവരെ അല്ലാതെ കണ്ടിരുന്നു, പക്ഷെ പോവാന്നൊന്നും പറയാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ്. എല്ലാം ഇങ്ങനെ മുറ്റത്താണ്, അടുത്തടുത്താണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓടിപ്പോന്നു. കാരണം തവളയുടെ സൗണ്ട് കേട്ടിട്ടാണ് കേട്ടോ ശമ്പൂട്ടൻ വന്നിട്ട് ലൈറ്റൊക്കെ മേടിച്ചിട്ട് പോകുന്നത്. ആൾക്ക് പേടിയാണ്. അപ്പം ലൈറ്റ് അടിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, അമ്മേ നമ്മൾ മനുഷ്യർ ലൈറ്റ് അടിച്ചിട്ട് പോകുമ്പോൾ ഇങ്ങനെയല്ലേ, പക്ഷെ തവളയ്ക്ക് ടോർച്ച് കൊടുക്കുവാണെങ്കിൽ തവള അതാ ഇങ്ങനെയാ പോവുക, അതിന് കറക്റ്റായിട്ട് ലൈറ്റ് പിടിക്കാൻ പറ്റില്ല, ചാടി പോകുന്നത് കൊണ്ട് അതിൻ്റെ വെളിച്ചം എന്താ ഇങ്ങനെയാ പോവാന്ന് പറഞ്ഞിട്ട് ആള് തവളനെ പോലെ ചാടി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട് എന്താ പഴയതുപോലെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി. നമ്മൾ രാവിലെ തന്നെ പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം നമുക്കിനി എത്തേണ്ടത് എറണാകുളത്തല്ല, ആലപ്പുഴ വീട്ടിലേക്കാണ്. അപ്പം ഇവിടുന്ന് രാവിലെ ഒരു 7 മണിക്ക് വിട്ടാൽ വൈകുന്നേരം ഒരു 7 മണി ആകുമ്പോഴത്തേനും അങ്ങ് എത്താലോ, ഇരുട്ടുമ്പോഴത്തേക്ക് അങ്ങ് എത്താലോ എന്നൊരു വിചാരത്തിലാണ് നമ്മുടെ പ്ലാനിങ്. പക്ഷേ ഞാൻ പറയട്ടെ അല്ലേ, ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്താലും അതുപോലെ നടക്കില്ല. ചിലപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലത് നടക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ. കാരണം ഞാൻ പറയാം, കഴിഞ്ഞ ലീവിന് ഞാനിങ്ങനെ പറശ്ശിനി കടവിൽ പോയപ്പോൾ പറഞ്ഞിരുന്നില്ലേ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയാണ് മുത്തപ്പനെ മറ്റേ പറശ്ശിനിയിലേക്ക് വന്നത്. പക്ഷേ അന്ന് കുന്നത്തൂർ ഉത്സവം നടക്കുന്നതുകൊണ്ട് മുത്തപ്പൻ അവിടെ ഉണ്ടാകാൻ യാതൊരു ചാൻസും ഇല്ല. പക്ഷെ നമ്മൾ ചെന്ന് എല്ലാവരും പുറത്തിറങ്ങി ഞാൻ മാത്രം നടയിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടുത്തെ ആൾക്കാർ വന്ന് നട തുറക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവാണ് കേട്ടോ. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം തൊട്ട് മുത്തപ്പനെ ഞാനായിട്ടൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് നഴ്സിംഗിന് പഠിക്കുമ്പം എനിക്ക് ബ്രജിനെ അറിയാത്തൊരു സമയത്ത് തന്നെ മൈസൂർ ഒരു വെള്ളാട്ടം നടക്കുമ്പം മുത്തപ്പനെ പോയി കണ്ടപ്പോൾ മുത്തപ്പൻ എന്നോട് പറഞ്ഞതാണ്, നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യമേ. അപ്പം അതിനുശേഷമാണ് ബ്രജിനെ പരിചയപ്പെടുന്നതും കല്യാണം കഴിക്കുന്നതും ഇങ്ങോട്ടേക്ക് എത്തുന്നതും ഒക്കെ. അല്ലെങ്കിൽ ആലപ്പുഴ ജീവിക്കുന്ന ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തുക അല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ പറശ്ശിനിയിൽ അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. മനസ്സിനൊരു സന്തോഷം ഇല്ലാതെയാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തു, എന്തായാലും രാവിലെ എല്ലാവരും കുളിച്ചിട്ടാണ് ഇറങ്ങിയത്, എന്നാൽ പിന്നെ നമുക്ക് പറശ്ശിനിയിൽ ഒന്നുകൂടെ കയറിയിട്ട് പോവാം. അപ്പോൾ ഇന്നലെ എനിക്ക് കുഞ്ഞിന് വയ്യാത്തത് കൊണ്ട് ഭയങ്കര വിഷമമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ഇനി വരുമ്പോൾ മുത്തപ്പന് അവനെല്ലാം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇനി വരുമ്പോൾ മുത്തപ്പന് ഒരു വിളക്കോടെ തന്നേക്കാവെന്നേ. സത്യം പറയട്ടെ, ഞാനപ്പം പോകുമ്പം പ്രജോട് പറഞ്ഞു, പ്രജി എന്തായാലും പോവും, നമുക്കൊരു വിളക്ക് മേടിക്കാം, ഒന്ന് ഇപ്പം തന്നെ കൊടുത്തേക്കാം, കടവായിട്ടൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം വന്നതും ഇന്നലത്തെ വീഡിയോയും ഇന്നത്തെ വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ? ഇപ്പോഴത്തെ ഒരു ആൾക്കൂട്ടം കണ്ടോ ഇവിടെ? അപ്പം പ്രജു പറഞ്ഞു, ഇന്നലെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്ന ദിവസമാണ്, അതുകൊണ്ടാണ് ഇന്ന് എല്ലാവർക്കും ഇവിടെ ആൾക്കൂട്ടം. പക്ഷേ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നല്ല കള്ളിന്റെ മണം. അവിടുത്തെ പ്രസാദമായിട്ട് അവിടുത്തെ നേദിക്കുന്നത് കള്ളും ഉണക്കമീനും ഒക്കെ അല്ലേ, നല്ല കള്ളിന്റെ മണമേ. അപ്പം തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഓറ കിട്ടി. കള്ളിന്റെ മണം കിട്ടിയിട്ട് പോസിറ്റീവ് ഓറ കിട്ടുന്നല്ല കേട്ടോ, ആ മുത്തപ്പന്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് വരണം എന്ന് കരുതിയിട്ടല്ലല്ലോ ഇന്ന് ഇറങ്ങുന്നത്. അപ്പൊ വേഗം ഞങ്ങൾ കാലും കൈയും കഴുകിയിട്ട് അകത്തേക്ക് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. കാരണം മുത്തപ്പനും തിരുവപ്പനെയും ഒരുമിച്ച് അവിടെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് പ്രജിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇന്നലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചതാ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മുത്തപ്പൻ നമുക്ക് വേണ്ടി നട തുറന്നു, ഈ പ്രാവശ്യം വന്നിട്ട് വിളക്ക് കൊടുത്തിട്ട് മുത്തപ്പനെ കാണാൻ പറ്റിയില്ലല്ലോ, ഇനി എപ്പോൾ കാണുവാന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഇന്നലെ കിടന്നത്. കുഞ്ഞിൻ്റെ ഈ വയ്യാഴി കൊണ്ടും കൂടെ അങ്ങനെ വിചാരിച്ചാണ് കിടന്നത്. ഇന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ ദാ നിൽക്കുന്നു മുത്തപ്പനും തിരുവപ്പനും ഒരുമിച്ച്. അങ്ങനെ ഞങ്ങൾ നേരെ കണ്ട് മുത്തപ്പൻ്റെ കയ്യിലാണ് കേട്ടോ വിളക്കെല്ലാം കൊടുത്തത്. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തോന്നി ആ ദിവസം. ഇതുവരെയുള്ള എല്ലാ വിഷമങ്ങളും മാറിയതുപോലെ തോന്നി കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ പറശ്ശിനി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരാൾ ലോട്ടറി വിൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ആൾക്ക് കണ്ണ് കാണില്ല കേട്ടോ. അപ്പം ആരവിടെ നിന്ന് എടുക്കുന്നു ആര് വെക്കുന്നു എന്നൊന്നും ആൾക്കറിയില്ല. അപ്പം നമ്മൾ എടുത്തിട്ട് പൈസ എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. ഒന്നെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് പയറൊക്കെ മേടിച്ചു. അതിനുശേഷം ഒരു മുരുകനെ മേടിച്ചു കേട്ടോ. കാരണം ഇന്നലെ വന്നപ്പോൾ നമ്മൾ അവിടുന്ന് സാധനങ്ങൾ മേടിക്കുന്ന കൂട്ടത്തിൽ ഒരു മുത്തപ്പനും തിരുവപ്പനും ഉള്ളതായി ഈ സ്റ്റാൻഡ് മേടിച്ചിരുന്നു. അപ്പം മുരുകൻ്റെ തന്നെ ഇരുന്നത്, മുത്തപ്പനും മുരുകനുമാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പം മുരുകൻ്റെ ഇരുന്നത് കുറച്ച് കളർ പോയതുകൊണ്ട് പുതിയൊരു മുരുകനെ മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തല്ലേ വന്നത്, അതുകൊണ്ട് നമ്മൾ ഷീൻ ബേക്കറിയിൽ കയറിയിട്ട് നമ്മൾ പഴംപൊരിയും പപ്സും സമൂസ എല്ലാം മേടിച്ചു, ശമ്പൂട്ടൻ ഡോണച്ചും എല്ലാം മേടിച്ചു. അപ്പോൾ ഇന്നലെ നമ്മൾ മേടിച്ചിരുന്നൊരു കിൻഡർ ജോയ് ബാക്കി ഉണ്ടായിരുന്നു, അതെല്ലാം കൊടുത്ത് വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ചായ ഇട്ടിട്ടാണ് വന്നത്. അതെല്ലാം നമ്മൾ ഇരുന്ന് കഴിച്ച് സമാധാനത്തിലാണ് പോകുന്നത്. അപ്പം ഏകദേശം ഒരു 9:30-10 മണി ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ
പിന്നെയും കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു 3 മണി അടുത്തു. അപ്പം നമുക്ക് ലേറ്റ് ആയല്ലോ. കാരണം 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും 6:30-7 മണിക്ക് ഇറങ്ങിയെങ്കിലും നമ്മൾ പറശ്ശിനി കയറിയതുകൊണ്ട് ഒരു 1.5-2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം നമുക്ക് വേണ്ടി സാധനങ്ങളൊക്കെ മേടിച്ച് മുത്തപ്പനെ കണ്ട് ക്യൂ നിന്ന് കണ്ട് സംസാരിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അങ്ങനെ അത് നമുക്ക് വിഷയമല്ല, കാരണം നമ്മൾ എത്ര ലേറ്റ് ആയാലും നമുക്ക് ഇന്ന് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കുറേ അങ്ങ് ഡ്രൈവ് ചെയ്ത് ഇങ്ങ് വന്നതിന് ശേഷം കുറച്ചെത്തി ഒരു 3 മണി 2:30-3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ലഞ്ച് കഴിക്കാൻ തോന്നി. ഏതോ ഒരു സൈഡിൽ നിർത്തി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി കേട്ടോ. സത്യം പറയട്ടെ, നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കൊച്ചിയിലെത്തി എങ്കിൽ പോലും ഈ ഫുള്ള് വെക്കേഷനിൽ ഞങ്ങൾ ആകെ 2 ബിരിയാണിയാണ് കഴിച്ചിട്ടുള്ളത്. 2 അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. ജസ്റ്റ് അരി ഉപ്മാവൊക്കെ പോലെ ഇരുന്നു. ഒരു ടേസ്റ്റും ഇല്ലാത്ത 2 ബിരിയാണി ആയിരുന്നു. പക്ഷെ ഇത് കഴിക്കുമ്പോൾ പ്രജി ഇങ്ങനെ പറയുന്നുണ്ട്, അത്യാവശ്യം സംഭവം ടേസ്റ്റ് ഇല്ലെങ്കിലും അധികം ഫ്ലേവർ ഒന്നും ഇല്ലാത്ത തന്നെയാണ് യാത്ര ചെയ്യുമ്പോൾ നല്ലത്. കാരണം നമുക്ക് കുറേ ഡിസ്കംഫർട്ട് ഒന്നും വരത്തില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് പിന്നെ അങ്ങ് കഴിച്ചു കേട്ടോ. കണ്ടോ, ഭയങ്കര ഉണ്ട കെട്ടി നിൽക്കുന്നു. ഒരു ടേസ്റ്റില്ല. ഒരു അരിയുപ്മാവ് പോലത്തെ ഒരു ടെക്സ്ചറൊക്കെ ആയിരുന്നു. ഒരു ബിരിയാണിയുടെ ടെക്സ്ചർ ഒന്നും ഇല്ല. പക്ഷെ അവിടുത്തെ തിരക്ക് കാരണം ഇരിക്കാൻ സീറ്റ് തന്നെ വൈകിട്ടാണ് കിട്ടിയതെന്നാണ്. ഊണൊക്കെ കഴിഞ്ഞു പോയിരുന്നു അവിടുത്തെ. അപ്പം അങ്ങനെ ഞങ്ങൾ എന്തായാലും ബിരിയാണി ഒക്കെ കഴിച്ചു. ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചത്. എപ്പോഴത്തെ പോലെ 2 ബിരിയാണിയാണ് മേടിക്കുക. എന്നിട്ട് മുകളിലത്തെ അധികം ഫ്ലേവർ ഇല്ലാത്ത റൈസ് ശമ്പൂട്ടിനും കൊടുക്കും. മസാലയുള്ള പോർഷൻ ഞങ്ങൾ 2 പേരും എടുക്കും. അങ്ങനെയാണേ. എന്നിട്ട് അവിടുന്ന് ഒരു ഫ്രഷ് ലൈം ഒക്കെ മേടിച്ച് നമ്മൾ കഴിച്ച് മെല്ലെ ഇങ്ങനെ പോരാന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം മഴയും പെയ്യുന്നുണ്ട്, എന്നാൽ നല്ല ചൂടുമുണ്ട്. കാരണം മഴ പെയ്യുന്നതിൻ്റെതായ തണുപ്പൊന്നും ഇല്ല, പക്ഷെ ചൂടുമുണ്ട്. എനിക്ക് കലശലായ നടുവേദനയുണ്ട്. നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് നല്ല നടുവേദനയുണ്ട്. അപ്പം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കുറച്ച് റിലാക്സ് ചെയ്താണ് നമ്മൾ മെല്ലെ ഡ്രൈവ് ചെയ്ത് വന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ശമ്പൂട്ടിന് പത്രമൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുവന്നതെങ്കിലും വൊമിറ്റിങ്ങിന് വേണ്ടിയിട്ട് പറശ്ശിനിയിൽ ഇറങ്ങുന്ന തിരക്കിലും പിന്നെ അവിടെ നിന്ന് കയറുന്ന തിരക്കിലും ഒന്നും പത്രമൊന്നും തിരിച്ച് വെക്കാൻ സമ്മതിച്ചില്ല. കൊണ്ട് കയറുന്നു, വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടാണ് വന്നത്. അങ്ങനെ രാത്രിയായി. ഏകദേശം 7:30, 8:30, 9 ആയി. അപ്പം നമ്മൾ മെല്ലെയാണ് വന്നത്. കാരണം അത്യാവശ്യം നല്ല ലൈവായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് ചങ്ങനാശ്ശേരി ടൗണൊക്കെ. അപ്പം നമുക്ക് കുറച്ച് മെല്ലെ പോകാം എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ വന്നു. അതിനുശേഷം ചെങ്ങന്നൂർ എത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താണെന്നറിയോ, നമ്മൾ മലയാള മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ശബരിമല പോകുന്ന ആൾക്കാരുടെ ഒരു തിരക്കുണ്ട്. എല്ലാ മാസം 1-ാം തീയതി ശബരിമല തുറക്കുമല്ലോ. അപ്പോൾ ഇവിടെ അവർക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. കാരണം പലരും ശബരിമലയിൽ നിന്ന് മേടിക്കാൻ പറ്റാത്ത പല സാധനങ്ങളും ചെങ്ങന്നൂർന്നാണ് മേടിച്ചിട്ട് അവരവരുടെ നാട്ടിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്താനാവുമ്പോഴത്തേക്ക് പിന്നെ അമ്മ വിളിച്ചായിരുന്നു, എന്താ ലേറ്റ് ആവുന്നത്, ഇത്ര ലേറ്റ് ആവുന്നത് എന്താന്നൊക്കെ ചോദിച്ചിട്ടേ. അപ്പം നല്ല ലേറ്റ് ആയി. കാരണം നമ്മൾ മെല്ലെയാണ് വരുന്നത്. കുറേ നേരം പ്രതീക്ഷിച്ച് 7 മണിക്ക് എത്തേണ്ട നമ്മൾ 8:30, 9 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലെത്തുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഇത് കണ്ടപ്പോഴത്തേക്ക് അവരിറങ്ങി വന്നിട്ട് നമ്മളുടെ ലഗേജും സാധനങ്ങളും ഒക്കെ പിന്നെ നമ്മുടെ ശമ്പൂട്ടിനെയും കൊണ്ട് അവരങ്ങ് പോയി. അവർക്ക് വേണ്ടി സാധനങ്ങളെല്ലാം എടുത്ത് അവർ പോയി. അല്ലെങ്കിലേ എനിക്ക് പ്രത്യേകിച്ച് വലിയ വിലയൊന്നും ഇല്ല എൻ്റെ വീട്ടിൽ. ശമ്പൂട്ടം വന്നേ പിന്നെ തീരെയില്ല. എന്തായാലും അമ്മൂമ്മയും മക്കളും ഒക്കെ ആകുമ്പോൾ അങ്ങനല്ലേ അല്ലേ. അവരങ്ങനെ പോയി. ഞങ്ങളും എല്ലാം ശമ്പൂട്ടൻ്റെ ഈ പച്ച ബക്കറ്റ് ഓർമ്മയുണ്ടോ? ശരി. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി വീട്ടിലിരുന്ന 3 പേര് ഇവരൊക്കെയാണ്. എനിക്ക് തീരെ യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണിത്. കാരണം ഇവർ ശരിക്കും വീട്ടിനകത്തൊക്കെ കയറി പെരുമാറുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിനുശേഷം വന്നപ്പോൾ തന്നെ അമ്മ വീട്ടിൽ പോയിട്ട് മാമൻ്റെ അടുത്തുനിന്ന് റംബൂട്ടാനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രജി ഫസ്റ്റിലെ ഒന്ന് എടുത്ത് കഴിച്ചു നോക്കി. കാരണം വരുന്ന വഴിക്കെല്ലാം ഇത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ മേടിക്കണം, ഈ പ്രാവശ്യം മാമൻ്റെ അടുത്ത് ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓർത്തോർത്താണ് വന്നത്. ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ ഡിന്നറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് മതിയെന്ന് നമ്മൾ പറഞ്ഞായിരുന്നേ. കാരണം ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചോറ് മതിയെന്ന്. പിന്നെ അമ്മയുടെ മീൻകറിയുടെ വലിയൊരു ഫാനാണ് പ്രജി. നമുക്ക് ഒഴിച്ചെറിയായിട്ട് മുരിങ്ങയിലക്കറിയാണ്. സാധാരണ മീൻകറി ഉണ്ടെങ്കിൽ അത് മതിയല്ലോ. പക്ഷെ ഇവിടുത്തെ മീൻകറി കണ്ടോ, ഇങ്ങനെ എപ്പോഴും കുറുകിയിട്ടാണ് ഇരിക്കുക. അപ്പം എന്നെക്കാട്ടിലും അമ്മയുടെ മീൻകറിയുടെ ഒരു വലിയ ഫാൻ പ്രജിയാണ്. എന്നോട് എപ്പോഴും പറയും, അമ്മ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഉച്ചയുടെ വീഡിയോയിലൊക്കെ ഞാൻ ഭയങ്കര തിക്കായിട്ട് തന്നെയാണ് മീൻകറി ഉണ്ടാക്കുക. പക്ഷെ എന്നാലും അമ്മയുടെ മീൻകറി കഴിക്കുമ്പോൾ പ്രജി എന്നെ അവിടെ ഇരുത്തി അമ്മയുടെ മുമ്പിൽ തന്നെ പറയും, ഇതുപോലെ ഉണ്ടാക്കാൻ പഠിച്ചുകൂടെ എന്ന് ചോദിക്കും. കാരണം അമ്മയുടെ മീൻകറിയുടെ, അമ്മയുടെ ഫുഡിൻ്റെ ഒരു ഫാനാണ് പ്രജി.
പിന്നെ കിട്ടിയതെല്ലാം കഴിച്ചു നമ്മൾ. അതിനുശേഷം ഫ്രൂട്ട്സ് എല്ലാം ഓരോന്നോരോന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. അമ്മ കുറേ റംബൂട്ടാനും മാങ്ങയും ചക്കയും മുള്ളാത്തയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുറേശ്ശെ നമ്മൾ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇനി ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നാളെ കാണാം അല്ലേ. എല്ലാം കൂടെ ഒരു ദിവസം ഉൾപ്പെടുത്തിയാൽ പിന്നീട് എനിക്ക് കാണുമ്പോൾ അതൊരു ബോറിംഗ് ആയിട്ട് വന്നാലോ. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ വരും. അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയണേ. ടാറ്റാ.